ഓൺലൈൻ ലോൺ ആപ്പ് തട്ടിപ്പിൽ അറസ്റ്റിലായ 2 മലയാളികളെ ഇഡി കസ്റ്റഡിയിൽ വിട്ടു. 4 ദിവസത്തേക്കാണ് കസ്റ്റഡി കാലാവധി. തട്ടിപ്പ് സംഘത്തിന് അക്കൗണ്ടുകൾ നൽകിയ വകയിൽ ഇരുവർക്കും 2,70,00,000 കമ്മീഷൻ ലഭിച്ചിരുന്നു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നു. രേഷ്മ, വിവരങ്ങൾ എന്താണ്? വീണ, നിലവിൽ ഈ 2 പ്രതികളെയും PMLA കോടതി ഇഡിയുടെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. 4 ദിവസത്തേക്കാണ് കസ്റ്റഡി കാലാവധി ഉള്ളത്. ഈ 4 ദിവസവും ഇഡി കൃത്യമായിട്ട് ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കായിരിക്കും കടക്കുക. ഒപ്പം തന്നെ നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ കൂടി ഈ പ്രതികളിൽ നിന്നും ഇഡിക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത മലയാളികളായിട്ടുള്ള, അതായത് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള സെയ്ദ് മുഹമ്മദ് തട്ടിപ്പ് സംഘത്തിന് ഏകദേശം 289 ബാങ്ക് അക്കൗണ്ടുകൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളിൽ നിന്നും കൈവശപ്പെടുത്തി അല്ലെങ്കിൽ തരപ്പെടുത്തിയ ആ അക്കൗണ്ട് വിവരങ്ങൾ തരപ്പെടുത്തി നൽകിയെന്നാണ് ഇഡിക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അത് മാത്രമല്ല, TG വർഗീസ് 190 ബാങ്ക് അക്കൗണ്ടുകളാണ് കൈമാറിയത്. ഇത്തരത്തിൽ അക്കൗണ്ടുകൾ തട്ടിപ്പ് സംഘത്തിന് നൽകിയ വകയിൽ ഇരുവർക്കുമായിട്ട് കമ്മീഷനായി ഏകദേശം 2,70,00,000 രൂപ ലഭിക്കുകയും ചെയ്തു. ഈ കമ്മീഷൻ തുക ഉപയോഗിച്ചുകൊണ്ട് ഇരു പ്രതികളും ചേർന്ന് മൈസൂരുവിൽ റിസോർട്ട് വാങ്ങിയെന്നാണ് ഇഡിക്ക് ലഭിച്ചിട്ടുള്ള അന്വേഷണത്തിൽ ലഭിച്ചിട്ടുള്ള വിവരം. ഇത് സംബന്ധിച്ചുള്ള മൊഴിയും ഇരു പ്രതികളും നൽകുകയും ചെയ്തിട്ടുണ്ട്. 115 കോടി രൂപയാണ് ക്രിപ്റ്റോ ഇടപാടുകൾക്കായിട്ട് നിക്ഷേപിച്ചത്. മൊത്തം ഈ 2 പേരുടെയും അക്കൗണ്ടുകളിലായിട്ട് എത്തിയിട്ടുള്ളത് 718 കോടി രൂപയാണ്. സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അവരെ ക്യാൻവാസ് ചെയ്തുകൊണ്ട് തരപ്പെടുത്തിയാണ് തട്ടിപ്പ് സംഘത്തിന് നൽകിയിട്ടുള്ളത്. അത് പിന്നീട് ഈ ഓൺലൈൻ ലോൺ ആപ്പ് വഴിയുള്ള തട്ടിപ്പിന്റെ പണം അത് കൈമാറ്റപ്പെട്ടത് ഇത്തരത്തിൽ തരപ്പെടുത്തിയ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ്. അത് പിന്നീട് വിദേശത്തേക്ക് ഈ തട്ടിപ്പ് തുക കടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 1,650 കോടി രൂപയുടെ ബൃഹത്തായ വലിയ ഒരു വൻ തട്ടിപ്പാണ് ഈ സംഘം നടത്തിയിട്ടുള്ളത്. എന്തായാലും 718 കോടി രൂപയാണ് ഈ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള സെയ്ദ് മുഹമ്മദിന്റെയും അതോടൊപ്പം തന്നെ ഫോർട്ട് കൊച്ചി സ്വദേശിയായിട്ടുള്ള TG വർഗീസിന്റെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുള്ളത്. കമ്മീഷൻ ഇനത്തിൽ, അതായത് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ മറ്റുള്ളവരിൽ നിന്നും കൈവശപ്പെടുത്തി അത് തട്ടിപ്പ് സംഘത്തിന് നൽകിയ വകയിൽ 2 കോടി രൂപയിലധികം രൂപ കമ്മീഷനായിട്ടും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇവർക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള അന്വേഷണത്തിലേക്കാണ് ഇഡി കടക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് 4 ദിവസത്തെ കസ്റ്റഡിയിൽ PMLA കോടതി നൽകിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ നേരത്തെ തന്നെ തമിഴ്നാട് കാഞ്ചീപുരം സ്വദേശികളായിട്ടുള്ള 4 പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടികൂടപ്പെട്ടിരുന്നു. അവരാണ് കൃത്യമായിട്ടുള്ള തട്ടിപ്പ് നടത്തുന്നത്. അവർക്കായിരുന്നു ഈ ബാങ്ക് അക്കൗണ്ടുകൾ ഈ പറയുന്ന 2 മലയാളികളും കൈമാറിയിരുന്നത്. എന്തായാലും 2023 മുതൽ ഇത്തരത്തിൽ ഓൺലൈൻ ലോൺ ആപ്പ് വഴി സംഘം തട്ടിപ്പ് നടത്തുകയും ആ പണം ചൈന, US, അതോടൊപ്പം തന്നെ സിംഗപ്പൂർ വിദേശ രാജ്യങ്ങളിലേക്കാണ് കടത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ 718 കോടിക്ക് പുറമെ മറ്റ് ഏതെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങളിലും ഈ പ്രതികൾ പങ്കാളികളായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം കടക്കുന്നത്. വീണ, ശരി രേഷ്മ, 2 മലയാളികളെയും ഇഡി കസ്റ്റഡിയിൽ വിട്ടു.